തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 83 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. MBBS വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. 3 ദിവസമായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, എന്താണ് ഹോസ്റ്റലിൽ സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, വലിയ ആശങ്കപ്പെടേണ്ട കാര്യമായിട്ടില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഇല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ, പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. 83 MBBS വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഈ ഹോസ്റ്റലിൽ നിന്ന് തന്നെ കഴിച്ച ഭക്ഷണം ആണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കില്ല. പ്രാഥമികമായിട്ടുള്ള ചികിത്സ തേടി. അതിനുശേഷം ഇപ്പോൾ ആശുപത്രിയിൽ എല്ലാവരും തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ കുട്ടികൾക്ക് ഭക്ഷ്യസുരക്ഷ ഉണ്ടോ, ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നും ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഏറ്റവും ഗുരുതരമായ വാർത്ത എത്തുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ് 83 വിദ്യാർത്ഥികളാണ് ചികിത്സയിൽ ഉള്ളത്. MBBS വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. 3 ദിവസമായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. അർജുൻ രാജ് തുടരുന്നുണ്ട്. അർജുൻ, എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്? ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഈ പ്രശ്നമുണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്? ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ലക്ഷ്മി, ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല. പ്രാഥമികമായിട്ടുള്ള ചികിത്സ തേടിയതിനു ശേഷം കുട്ടികൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും ഇല്ല. 3 ദിവസം മുൻപാണ് ഇത്തരത്തിൽ പല കുട്ടികളും ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നത്. അങ്ങനെ പല കുട്ടികളായി, അതായത് ഒരുമിച്ച് ഉണ്ടായതല്ല, പല കുട്ടികളായി വന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ഉണ്ടായത്. 3 ദിവസം മുൻപ് കഴിച്ച ചിക്കൻ കറിയും ഭക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ എൻഫോഴ്സ്മെന്റിന്റെ ഒരു പരിശോധന ലേഡീസ് ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികളിൽ നിന്നും ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുന്നുണ്ട്. ആ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. 83 MBBS വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നത്. അത് വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇല്ല. പ്രാഥമികമായിട്ടുള്ള ചികിത്സ തേടിയതിനു ശേഷം കുട്ടികൾ ഇപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. മറ്റ് വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. ലക്ഷ്മി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. 83 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. വലിയ ഒരു നമ്പർ തന്നെയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഒരിടത്ത് ഹോസ്റ്റലിൽ ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഏൽക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഗൗരവതരമായ കാര്യമാണ്. അർജുൻ, ഈ ഹോസ്റ്റലിലെ കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്ന MBBS വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് പറയുന്നത്? അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്? അങ്ങനെ വൃത്തിഹീനമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ ക്യാൻറ്റീനിലൊക്കെ? ഇത്രയും വലിയ രീതിയിലുള്ള കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ഈ ഭക്ഷണത്തിൽ നിന്ന് ഏത് തരത്തിലാണ് ഈ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഭക്ഷ്യ സുരക്ഷാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. മുൻപ് ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന അത്രയും വലിയ സാഹചര്യം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. 83 കുട്ടികൾ എന്ന് പറഞ്ഞ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കണക്കാണ്. പക്ഷേ അത്ര വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഇല്ല. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ കുട്ടികൾ ആശുപത്രിയിലെത്തി പ്രാഥമികമായിട്ടുള്ള ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആരും അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യമൊന്നും ഇല്ല. വലിയ ആശങ്കപ്പെടുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോയിട്ടില്ല. എങ്കിൽ കൂടിയും എങ്ങനെയാണ് ഈ സാഹചര്യം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായതെന്ന് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യസുരക്ഷാ എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലിൽ എത്തി ഈ കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. ഒപ്പം തന്നെ മറ്റു പരിശോധനകളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. 83 പേർക്കാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെ ആയിട്ടാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. വലിയ രീതിയിൽ ആരും പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഹോസ്റ്റലിനകത്താണ് വിദ്യാർത്ഥികൾ ഉള്ളത്. നിലവിൽ സേഫ് ആണ്. അത്രയും വലിയ